പഴങ്കഞ്ഞി. ഒരു രാത്രി മുഴുവൻ, അതായത് ഏകദേശം 12 മണിക്കൂർ വെള്ളത്തിൽ കിടക്കുന്ന ചോറിൽ ലാക്റ്റിക് ആസിഡ് എന്ന ബാക്ടീരിയ പ്രവർത്തിച്ച് ചോറിലെ പൊട്ടാസ്യം, അയൺ തുടങ്ങിയ ഘടകങ്ങളെ ഇരട്ടിയായി വർദ്ധിപ്പിക്കുന്നു. 100 ഗ്രാം ചോറിൽ അടങ്ങിയിരിക്കുന്ന 3.4 മില്ലിഗ്രാം അയൺ 73.91 മില്ലിഗ്രാമായി വർദ്ധിക്കുന്നു. എല്ലുകളുടെ ബലം വർദ്ധിക്കാൻ ഇത് ഏറെ സഹായിക്കുന്നു. മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നും ലഭിക്കാൻ സാധ്യതയില്ലാത്ത B6, B12 വൈറ്റമിനുകൾ പഴങ്കഞ്ഞിയിൽ നിന്നും ധാരാളമായി ലഭിക്കുന്നു. ആരോഗ്യദായകമായ ബാക്ടീരിയകൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ പഴങ്കഞ്ഞിക്ക് കഴിയും. പഴങ്കഞ്ഞി അത്ര മോശമല്ല. ഗുണം കേട്ടാൽ ഞെട്ടും. പഴങ്കഞ്ഞിയെ കളിയാക്കിയവർ അറിയുക. പഴങ്കഞ്ഞിയുടെ ആരോഗ്യ ഗുണങ്ങൾ എണ്ണിയാൽ ഒടുങ്ങില്ല. മലയാളികളുടെ ജീവിതശൈലി മാറിയപ്പോൾ പഴങ്കഞ്ഞി തീന്മേശയിൽ നിന്ന് തഴയപ്പെട്ടു. പകരം പല ഫാസ്റ്റ് ഫുഡുകളും സ്ഥാനം പിടിച്ചു. എന്നാൽ ഔഷധ ഗുണമുള്ള പഴങ്കഞ്ഞിയോളം വരുന്ന പ്രഭാത ഭക്ഷണം വേറെയില്ലെന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. രാവിലെ പഴങ്കഞ്ഞി കുടിച്ച് രാത്രി വൈകുവോളം എല്ലുമുറിയെ പണിയെടുത്തിരുന്ന പഴയ തലമുറയിലെ ആളുകൾക്ക് അസുഖങ്ങൾ കുറവായിരുന്നു. ഇന്നത്തെ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു ഉത്തമ ഭക്ഷണമാണ് പഴങ്കഞ്ഞി. പല പുതിയ രോഗങ്ങളും അണപൊട്ടുമ്പോൾ നമ്മളും ഓർത്തിട്ടല്ലേ പണ്ടില്ലാത്ത രോഗങ്ങൾ ഇപ്പോൾ എവിടെ നിന്നാണ്? അത്താഴം കഴിഞ്ഞ് മിച്ചം വരുന്ന ചോറ് ഒരു മൺകലത്തിലിട്ട് തണുത്ത വെള്ളം ഒഴിച്ച് അടച്ചു വയ്ക്കുക. പിറ്റേന്ന് രാവിലെ ചുവന്നുള്ളിയും പച്ചമുളകോ കാന്താരിയോ ചതച്ചിട്ട് തൈരും അല്പം ഉപ്പും ചേർത്ത് കഴിക്കുന്നതിൻ്റെ രുചി പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പ്രഭാതത്തിൽ മാത്രമല്ല, ഒരു ദിവസത്തേക്ക് മുഴുവൻ ശരീരത്തിന് വേണ്ട ഉന്മേഷവും കുളിർമയും നൽകുന്ന ഭക്ഷണം വേറെയില്ല. ചോറ് ഏറെ നേരം വെള്ളത്തിൽ കിടക്കുന്നതിനാൽ അതിലടങ്ങിയിരിക്കുന്ന അയൺ, പൊട്ടാസ്യം എന്നിവയുടെ അളവ് ഇരട്ടിയായി വർദ്ധിക്കുന്നു. സെലേനിയവും തവിടും ധാരാളം അടങ്ങിയിരിക്കുന്ന കുത്തരി കൊണ്ടുള്ള പഴങ്കഞ്ഞിയാണ് ഏറ്റവും നല്ലത്. പഴങ്കഞ്ഞിയുടെ ഗുണങ്ങൾ. പഴങ്കഞ്ഞി പ്രഭാത ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ ദഹനം സുഗമമാകുകയും ദിനം മുഴുവൻ ശരീരത്തിന് തണുപ്പ് ലഭിക്കുകയും ചെയ്യുന്നു. സെലേനിയം ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ സന്ധിവാതം, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, ക്യാൻസർ എന്നിവ ഒരു പരിധിവരെ തടയുന്നു. ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ ദഹനപ്രക്രിയ സുഗമമാക്കി മലബന്ധം കുറയ്ക്കുകയും അൾസർ, കുടലിലുണ്ടാക്കുന്ന ക്യാൻസർ എന്നിവയെ തടയുകയും ചെയ്യുന്നു. ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിരിക്കുന്ന പഴങ്കഞ്ഞി നിത്യവും കഴിക്കുന്നത് ചർമ്മത്തിന് തിളക്കം നൽകുവാനും ചെറുപ്പം നിലനിർത്താനും സഹായിക്കുന്നു. രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, ഹൈപ്പർ ടെൻഷൻ എന്നിവ കുറയ്ക്കുന്നു. ചർമ്മരോഗങ്ങൾ, അലർജി എന്നിവയെ നിയന്ത്രിക്കുന്നു. ഒരു കപ്പ് പഴങ്കഞ്ഞിയിൽ ഒരു മനുഷ്യ ശരീരത്തിന് ആവശ്യം വേണ്ട 80% മാംഗനീസ് അടങ്ങിയിരിക്കുന്നു. ഇത് ശരീരത്തിലെ കൊഴുപ്പിനെ എളുപ്പത്തിൽ വിഘടിപ്പിക്കുന്നു. കുത്തരി കൊണ്ടുള്ള പഴങ്കഞ്ഞിയിൽ മഗ്നീഷ്യം അടങ്ങിയിരിക്കുന്നതിനാൽ എല്ലുകളുടെ ബന്ധം വർദ്ധിപ്പിക്കുന്നു. വേനൽക്കാലത്ത് ശരീരത്തെ തണുപ്പിക്കുന്നത് വഴി ക്ഷീണമകറ്റുകയും അണുബാധ തടയുകയും ചെയ്യുന്നു. ആരോഗ്യകരമായ ബാക്ടീരിയയെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുവാൻ പഴങ്കഞ്ഞിക്കു കഴിയും. ബ്രസ്റ്റ് ക്യാൻസറിനെ ചെറുക്കുന്നു. മറ്റു ഭക്ഷണ സാധനങ്ങളെ അപേക്ഷിച്ച് പഴങ്കഞ്ഞിയിൽ B6, B12 വൈറ്റമിനുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട്. പഴങ്കഞ്ഞി പ്രാതലായി കഴിക്കുന്നത് എളുപ്പം ദഹനത്തിനും ഇതുവഴി വയറിന് കനം തോന്നാതിരിക്കാനും സഹായിക്കും. ചോറ് വെള്ളത്തിലിട്ട് ഏറെ നേരം വയ്ക്കുമ്പോൾ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ ചോറിലെ അയൺ, പൊട്ടാസ്യം, അയൺ തുടങ്ങിയ വിവിധ ഘടകങ്ങളെ ഇരട്ടിയായി വർദ്ധിപ്പിക്കും. മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പഴങ്കഞ്ഞി അത്യുത്തമമാണ്. ബ്ലഡ് പ്രഷർ, ഹൈപ്പർ ടെൻഷൻ എന്നീ ഭയാനകമായ അവസ്ഥകളിൽ നിന്നും സംരക്ഷണം ഉറപ്പു നൽകുന്നതോടൊപ്പം ദഹനശേഷി വർദ്ധിപ്പിക്കാനും അൾസർ പോലുള്ള മാരകമായ രോഗങ്ങളിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കാനും പഴങ്കഞ്ഞി നല്ലതാണ്. അലർജിയും ചർമ്മത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങളും തടയാൻ ഇത് ഏറെ ഗുണപ്രദമാണ്. ആരോഗ്യകരമായ ബാക്ടീരിയ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും. ശരീരത്തിൻ്റെ ക്ഷീണമകറ്റാൻ ഇത് സഹായിക്കും. പഴങ്കഞ്ഞി ദിവസവും കുടിക്കുന്നത് ചർമ്മത്തിന് തിളക്കമുണ്ടാക്കാനും ചെറുപ്പം തോന്നിക്കാനും സഹായിക്കും. അണുബാധകൾ വരാതെ തടയുവാൻ ഇത് വളരെയേറെ നല്ലതാണ്. ഇതിനകത്ത് കുറച്ച് നാടൻ പച്ചമുളകും ചെറിയുള്ളിയും തേങ്ങയും കറിവേപ്പിലയും കുറച്ച് തൈരും ചേർത്ത് കുടിച്ചു നോക്കൂ. പഴങ്കഞ്ഞി വെള്ളത്തിൽ ചെറിയുള്ളി ചതച്ചതും ഉപ്പും ചേർത്തുണ്ടാക്കുന്ന പഴങ്കഞ്ഞി ജ്യൂസ് വേനൽക്കാലത്ത് ശരീരം തെളിപ്പിക്കാനുള്ള ഉത്തമ പാനീയമാണ്. ചക്ക വിഭവങ്ങളെപ്പോലെ കൂൾ മീൽസ് എന്ന പേരിൽ പഴങ്കഞ്ഞിക്ക് ഒരു 5 സ്റ്റാർ പരിവേഷം ഉടൻ പ്രതീക്ഷിക്കാം.